ഭയങ്കര കനത്ത ട്രാഫിക്കിൽ അവർ പെട്ടുപോയി. ദേ ഗോട്ട് സ്റ്റക്ക്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ദേ ഗോട്ട് സ്റ്റക്ക് ഇൻ ഹെവി ട്രാഫിക് ഓൺ ദി ഹൈവേ. There was also a slight drizzle. ചെറിയതായിട്ട് മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴ. അതിനാണ് ഡ്രിസ്ലിംഗ് എന്ന് പറയുന്നത്. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ മഴ ചാറുന്നതിനാണ്. അപ്പോൾ there was also a slight drizzle. ചെറിയൊരു ഡ്രിസിലും ഉണ്ടായിരുന്നു. So the roads were slippery. അതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര ഈ തെന്നലുണ്ടായിരുന്നു, സ്ലിപ്പറി ആയിരുന്നു. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് റോഡ് ഭയങ്കര തെന്നുന്നുണ്ടായിരുന്നു. Besides, one of them forgot an important file and had to go back home to get it. കൂടാതെ, ബിസൈഡ്സ് പറഞ്ഞാൽ കൂടാതെ എന്നാണ്. വൺ ഓഫ് ദം, അതിൽ ഒരാൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫയൽ മറന്നു വെച്ചു. ആൻഡ് ഹാഡ് ടു ഗോ ബാക്ക് ഹോം ടു ഗെറ്റ് ഇറ്റ്. ഹാഡ് ടു ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും പോകേണ്ടി വന്നു അത് എടുക്കാൻ. ടു ഗെറ്റ് ഇറ്റ്. ഇനി അടുത്തത്, ഹൗ ഇസ് യുവർ ബിസിനസ് ഗോയിങ് ഓൺ? നിങ്ങളുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് നമ്മളോട് ഒരാൾ ഇംഗ്ലീഷിൽ ചോദിച്ചു. അപ്പൊ എന്ത് പറയും? അപ്പൊ നമ്മൾ പറയും, ആ നന്നായിട്ട് പോകുന്നു, കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ച് ഭേദമാണ് എന്നൊക്കെ നമുക്ക് പറയണം. അപ്പൊ നോക്കി, ഇറ്റ്സ് ഗോയിങ് ക്വൈറ്റ് വെൽ. അതിപ്പോ നന്നായിട്ട് പോകുന്നു. ആക്ച്വലി സെയിൽസ് ഹാവ് ഇംപ്രൂവ്ഡ് കമ്പയർഡ് ടു ലാസ്റ്റ് ക്വാർട്ടർ. കഴിഞ്ഞ 3-4 മാസങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ സെയിൽസ് നന്നായിട്ട് ഭേദമായിട്ടുണ്ട്, ബെറ്റർ ആയിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. We have also launched a few new products that are getting good feedback from customers. We have also launched few new products. കുറച്ച് പുതിയ പ്രോഡക്ട്സും ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. That are getting good feedback from customers. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന കുറച്ച് പുതിയ പ്രോഡക്ട്സും ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. There is still a lot of competition, but we are slowly building a loyal base. There is still a lot of competition. ഇപ്പോഴും നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോഴും. But we are slowly building a loyal base. പക്ഷെ നമ്മളോട് വിശ്വസ്തരായ ഒരു കൂട്ടം ആൾക്കാരെ ഞങ്ങൾ പതുക്കെ നമ്മുടെ ഒരു കസ്റ്റമർ ബേസ് ഞങ്ങൾ ഉണ്ടാക്കി.